ആദ്യ വാർത്തയിലേക്ക് നമ്മൾ പോകുന്നത് വേട്ടക്കാരെ പൂട്ടാൻ കോടതി. ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട ഹർജികൾ പരിഗണിക്കാൻ പ്രത്യേക ബെഞ്ച് രൂപീകരിച്ച് ഹൈക്കോടതി. വനിതാ ജഡ്ജി ഉൾപ്പെടുന്ന 5 ബെഞ്ചാണ് ഹർജികളിൽ ഇനി വാദം കേൾക്കുക. ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് എ മുഹമ്മദ് മുഷ്താഖ്, ജസ്റ്റിസ് എസ് മനു എന്നിവരടങ്ങുന്ന ബെഞ്ചിന്റേതാണ് ഉത്തരവ്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നതിനെതിരെ നിർമ്മാതാവ് സജിമോൻ പാറയിൽ നൽകിയ ഹർജി പരിഗണിക്കവെയാണ് ആക്ടിംഗ് ചീഫ് ജസ്റ്റിസ് പ്രത്യേക ബെഞ്ച് രൂപീകരിക്കാമെന്ന് വ്യക്തമാക്കിയത്. വിഷയത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് വനിതാ ജഡ്ജിമാരെ കൂടി ഉൾപ്പെടുത്തിയാണ് പുതിയ ബെഞ്ച് രൂപീകരിക്കുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം മുദ്രവച്ച കവറിൽ സർക്കാർ ഉടൻ സമർപ്പിക്കും. റിപ്പോർട്ടിന്മേൽ എന്ത് നടപടിയാണ് സ്വീകരിക്കുന്നതെന്ന് വ്യക്തമാക്കി സത്യവാങ്മൂലവും ഇതിനൊപ്പം നൽകും. ഇവ പരിശോധിച്ച ശേഷമാകും പുതിയ ബെഞ്ചിലെ പരിഗണനാ വിഷയങ്ങൾ തീരുമാനിക്കുക. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ആരോപണ വിധേയരായവർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ട് പൊതുപ്രവർത്തകനായ പായിച്ചറ നവാസ് നൽകിയ പൊതുതാൽപര്യ ഹർജി ഇനി കേൾക്കുക പുതിയ ബെഞ്ചാകും. CBI അന്വേഷണം ആവശ്യപ്പെട്ട് അഭിഭാഷകരായ എ ജന്നത്ത്, അമൃത പ്രേംജിത്ത് എന്നിവർ നൽകിയ ഹർജിയും കുറ്റകൃത്യങ്ങളിൽ FIR ഇടണമെന്ന ക്രൈം എഡിറ്റർ TP നന്ദകുമാറിന്റെ ഹർജിയും ഇനി പ്രത്യേക ബെഞ്ച് പരിഗണിക്കും. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. ബലാത്സംഗ കേസുകളിൽ നടന്മാരായ മുകേഷ് MLA, ഇടവേള ബാബു, അഭിഭാഷകൻ VS ചന്ദ്രശേഖരൻ എന്നിവരുടെ മുൻകൂർ ജാമ്യാപേക്ഷ ഓപ്പൺ കോടതിയിൽ പറഞ്ഞേക്കില്ല. ചേംബറിൽ വിധി പറഞ്ഞ് അപ്ലോഡ് ചെയ്യാൻ സാധ്യത. വിവരങ്ങളുമായി എസ് ശ്രീകാന്ത് എന്നു. ശ്രീകാന്ത്, ആ രീതി എന്തുകൊണ്ടാണ്? അത് സാധാരണമാണോ? സാധാരണഗതിയിൽ അങ്ങനെ പറയാറുണ്ട്. കാരണം ഇതൊരു പ്രത്യേക കേസാണ്. 164 സ്റ്റേറ്റ്മെന്റ് അടക്കം, രഹസ്യമൊഴി അടക്കം എടുത്ത കേസാണ്. സ്വാഭാവികമായും അത് ജഡ്ജിന് തീരുമാനിക്കാം, അത് ഓപ്പൺ കോടതിയിൽ പറയേണ്ടതില്ല എന്ന്. ചേംബറിൽ പരിഗണിച്ച ശേഷം അത് സൈറ്റിൽ ഓർഡർ അപ്ലോഡ് ചെയ്താൽ മതിയാകും. ഒരു പക്ഷേ ജഡ്ജ് അത് പരിഗണിക്കുന്നത് ആ രീതിയിലാണ് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇതുവരെയും ആ കേസിൽ കോടതി ഒരു വിധിയും പറഞ്ഞിട്ടില്ല. ഉച്ചഭക്ഷണത്തിന് പിരിയേണ്ട സമയം ആവുകയും ചെയ്തിരിക്കുന്നു. സ്വാഭാവികമായും പ്രതീക്ഷിക്കുന്നത് അങ്ങനെ തന്നെയാണ്. വൈകുന്നേരത്തോടു കൂടി ഓർഡർ അപ്ലോഡ് ചെയ്യും. അതിന് തൊട്ട് മുമ്പായി ഇവരുടെ മുൻകൂർ ജാമ്യാപേക്ഷയിൽ ചേംബറിൽ വെച്ച് വിധി പറയാനും സാധ്യതയുണ്ട്. അതാണ് ഇപ്പോൾ കിട്ടുന്ന വിവരം. അതേസമയം ഹാഷ്മി, ഒരു പ്രധാനപ്പെട്ട സുപ്രധാന വിവരം വരുന്നു ഹൈക്കോടതിയിൽ നിന്നും. അതായത് 2 ബെഞ്ച് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട തുടർ നടപടികൾ, തുടർ കേസുകളെല്ലാം പരിഗണിക്കാൻ 2 ബെഞ്ച് ഹൈക്കോടതി ഇപ്പോൾ സജ്ജീകരിച്ചിരിക്കുന്നു. അതായത് അതിൽ ഉൾപ്പെട്ടിരിക്കുന്ന ആളുകൾ ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, ഹൈക്കോടതിയിലെ ഏറ്റവും സീനിയർ മോസ്റ്റ് ജഡ്ജാണ്. അദ്ദേഹം അതിൽ ഉൾപ്പെട്ടിരിക്കുന്നു. ജസ്റ്റിസ് CS സുധ, വനിതാ ജഡ്ജാണ്, ഹൈക്കോടതിയിലെ സീനിയറാണ്. 2 ജഡ്ജിമാരടങ്ങുന്ന 2 ബെഞ്ച് രൂപീകരിച്ചിരിക്കുന്നു കേരള ഹൈക്കോടതി. ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ, വിശദാംശങ്ങൾ ചർച്ച ചെയ്യുന്നതിന്, ആ വിഷയത്തിൽ കേസുകൾ വരുന്നത് കേൾക്കുന്നതിന്, സർക്കാരിൻ്റെ ഭാഗം കേൾക്കുന്നതിന്, ഹർജികൾ പരിഗണിക്കുന്നതിനൊക്കെ വേണ്ടി പ്രത്യേക ബെഞ്ച് രൂപീകരിക്കും എന്ന് നേരത്തെ ഹൈക്കോടതി പറഞ്ഞിരുന്നു. അതിൽ ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, അതോടൊപ്പം ജസ്റ്റിസ് CS സുധ എന്നിവരടങ്ങുന്ന 2 ബെഞ്ച് രൂപീകരിച്ചിരിക്കുന്നു. എസ് ശ്രീകാന്താണ് ആ വാർത്തയുടെ വിവരങ്ങൾ നൽകിയത്. കേസുകൾ പരിഗണിക്കുക പ്രത്യേക ബെഞ്ചാണ്. ആ ബെഞ്ച് 2 ബെഞ്ചാണ്. ജസ്റ്റിസ് AK ജയശങ്കരൻ നമ്പ്യാർ, ജസ്റ്റിസ് CS സുധ, ഒരു വനിതാ ജഡ്ജി അടക്കം 2 ബെഞ്ചുകൾ, 2 ബെഞ്ച് ഈ പറഞ്ഞ ഹേമ കമ്മിറ്റിയുമായി ബന്ധപ്പെട്ട് വരുന്ന ബാക്കി കാര്യങ്ങൾ നോക്കുന്നു. അത്രത്തോളം ഗൗരവത്തിൽ ഒരു പൊതുതാൽപര്യ ഹർജിയിൽ കോടതി നടപടി സ്വീകരിക്കുന്നു എന്നുള്ളതാണ് ആ വാർത്തയുടെ സവിശേഷത. പാർട്ടിയും പോലീസിന് കടിഞ്ഞാൺ വേണമെന്ന PV അൻവറിന്റെ ആരോപണങ്ങൾ ഏറ്റുപിടിച്ചു CPIM ബ്രാഞ്ച് സമ്മേളനങ്ങളിൽ ചർച്ച. മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ അതിരൂക്ഷ വിമർശനങ്ങളും സമ്മേളനങ്ങളിൽ ഉയരുന്നുണ്ട്. PV അൻവറിന്റെ ആരോപണങ്ങൾ നാളെ ചേരുന്ന CPIM സംസ്ഥാന സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യും. പോലീസിനെതിരെ ഭരണപക്ഷ MLA ആയ PV അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ സമ്മേളനങ്ങളിൽ ചർച്ചയാകുമെന്ന CPIM സംസ്ഥാന നേതൃത്വം വിലയിരുത്തിയതാണ്. ഇത് ശരിവെക്കുന്നതാണ് ബ്രാഞ്ച് സമ്മേളനങ്ങളിലെ വിമർശനങ്ങൾ. മുഖ്യമന്ത്രിക്കും ആഭ്യന്തര വകുപ്പിനുമെതിരെ അതിരൂക്ഷ വിമർശനങ്ങൾ ഉയർന്നു. പോലീസിനെ കെട്ടഴിച്ചുവിട്ടുവെന്നാണ് പ്രധാന വിമർശനം. പോലീസിനെ നിയന്ത്രിച്ചില്ലെങ്കിൽ തുടർഭരണം അസാധ്യമാണെന്നും പ്രതിനിധികൾ. കോടിയേരി ബാലകൃഷ്ണന്റെ അഭാവം ഇപ്പോഴാണ് മനസ്സിലാകുന്നതെന്നും സമ്മേളനങ്ങളിൽ അംഗങ്ങൾ അഭിപ്രായപ്പെട്ടു. പാർട്ടി ശക്തി കേന്ദ്രവും സംസ്ഥാന സെക്രട്ടറിയുടെ നാടുമായ മൊറാഴയിലെ 5ാം പീടികയിൽ ബ്രാഞ്ച് സമ്മേളനം മുടങ്ങി. ബ്രാഞ്ച് സെക്രട്ടറി അടക്കമുള്ള മുഴുവൻ അംഗങ്ങളും സമ്മേളനം ബഹിഷ്കരിച്ചു. കുറ്റക്കാരിയല്ലാത്ത അങ്കണവാടി ജീവനക്കാരിയുടെ സ്ഥലം മാറ്റം റദ്ദാക്കണമെന്ന ആവശ്യം അംഗീകരിക്കാത്തതാണ് കാരണം.
അതേസമയം പാർട്ടി സമ്മേളനങ്ങളിൽ ആർഭാടം വേണ്ടെന്ന് സംസ്ഥാന നേതൃത്വം നിർദ്ദേശം നൽകി. ആർച്ചും കട്ടൌട്ടും ഒഴിവാക്കണമെന്നും സമ്മേളനങ്ങളിൽ സമ്മാനങ്ങൾ വേണ്ടെന്നുമാണ് രേഖയിലെ നിർദ്ദേശം. 24 തിരുവനന്തപുരം. മലപ്പുറം എടവണ്ണയിൽ പോലീസുകാരനായ ASI ശ്രീകുമാറിന്റെ ആത്മഹത്യയിൽ മുൻ SP S സുജിത്ദാസിനെതിരെ വെളിപ്പെടുത്തൽ. പ്രതികളെ മർദ്ദിക്കാൻ S സുജിത്ദാസ് ഉൾപ്പെടെ നിർബന്ധിച്ചിരുന്നു എന്നാണ് ശ്രീകുമാറിന്റെ സുഹൃത്ത് നാസർ പറയുന്നത്. ശ്രീകുമാറിന്റെ ഡയറിയിൽ നിന്ന് പോലീസ് ആത്മഹത്യാക്കുറിപ്പ് കീറിക്കളഞ്ഞെന്നും വെളിപ്പെടുത്തുന്നു. ശ്രീകുമാറിന്റെ മരണത്തിൽ പോലീസിന് പങ്കുണ്ട് എന്ന് PV അൻവർ ആരോപിച്ചിരുന്നതാണ്. 24 എക്സ്ക്ലൂസീവ്. 2021 ജൂൺ 10-നാണ് ASI ആയിരുന്ന ശ്രീകുമാറിനെ ആത്മഹത്യ ചെയ്ത നിലയിൽ കണ്ടെത്തിയത്. ശ്രീകുമാറിന്റെ മരണത്തിൽ പോലീസിന് പങ്കുണ്ടെന്ന് PV അൻവർ ആരോപിച്ചിരുന്നു. ഇത് ശരിവെക്കുകയാണ് ശ്രീകുമാറിന്റെ സുഹൃത്ത് എടവണ്ണ സ്വദേശി നാസർ. ഏത് കേസിൽപ്പെടുന്ന പ്രതികളെയും മർദ്ദിക്കാൻ മലപ്പുറം SP ആയിരുന്ന സുജിത്ദാസ് നിർബന്ധിച്ചിരുന്നുവെന്നാണ് നാസറിന്റെ വെളിപ്പെടുത്തൽ. അപ്പൊ എന്താണ് എനിക്ക് ബുദ്ധിമുട്ട്? അപ്പോൾ എസ്മിനെ സംബന്ധിച്ച് അവിടുന്ന് വേണ്ട കണ്ട ആൾക്കാരെ കൊണ്ടുവന്ന് എന്നെ കൊണ്ട് ഇടിപ്പിക്കുക റബ്ബർ എസ്റ്റേറ്റിക്കൊക്കെ കൊണ്ടുപോകാന്ന് പറഞ്ഞ് അവിടുന്ന് ഇവരെ കൊണ്ട് ചെയ്യിക്കുകയാണ്. മദ്യം ഇവർ വാങ്ങിക്കൊടുത്തിട്ട് ഉദ്യോഗസ്ഥന്മാരെന്നെ ചെയ്യിക്കുകയാണ്. SP ആണ് ഇവരെ കൊണ്ട് ഈ നിർദ്ദേശങ്ങളൊക്കെ കൊടുപ്പിക്കുന്നത്. ശ്രീകുമാറിന്റെ ഡയറിയിൽ നിന്ന് ആത്മഹത്യാക്കുറിപ്പ് പോലീസ് കീറിക്കളയുന്നത് നേരിട്ട് കണ്ടെന്നും നാസർ. ഈ ഉള്ളിലൊക്കെ പോലീസാണ് കൈകാര്യം ചെയ്തത്. അവിടുന്ന് ആ പുസ്തകത്തിൽ നിന്ന് പേപ്പർ കീറുക, 2 പേജ് അവർ കീറിയിട്ടുണ്ട്. അപ്പം ഞാൻ മനസ്സിലാക്കിയത് അത് ആത്മഹത്യാക്കുറിപ്പായിരിക്കും. പിന്നെ അവൻ്റെ ഡയറി ഉണ്ടായിരുന്നു, അത് പിന്നെ അവിടെ കണ്ടിട്ടില്ല. മരിക്കുന്നതിന് തലേ ദിവസമാണ് ശ്രീകുമാർ നേരിടുന്ന ബുദ്ധിമുട്ടുകൾ നാസറിനോട് തുറന്നു പറഞ്ഞത്. താൻ എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ കാരണം ഡയറിയിലുണ്ടാകുമെന്നും ശ്രീകുമാർ പറഞ്ഞതായും നാസർ തുറന്നു പറയുന്നു. സമീർ ബിൻ കരീം, 24 മലപ്പുറം. കോഴിക്കോട്ടെ വ്യവസായി മുഹമ്മദ് ആട്ടൂരിന്റെ തിരോധാന കേസ് CBIക്ക് വിടും. പ്രത്യേക അന്വേഷണ സംഘ തലവൻ DGPക്ക് റിപ്പോർട്ട് കൈമാറി. കേസിൽ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർക്ക് പങ്കുണ്ട് എന്ന് PV അൻവർ MLA ആരോപിച്ചതിന് പിന്നാലെയാണ് നീക്കം. CBI അന്വേഷണം ആവശ്യപ്പെട്ട് കുടുംബം നേരത്തെ ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. 24 എക്സ്ക്ലൂസീവ്. മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാനം CBI അന്വേഷിക്കണമെന്ന ആവശ്യവുമായി ഭാര്യ റുക്സാന ഹൈക്കോടതിയെ സമീപിച്ചിരുന്നു. ഹർജി അടുത്ത മാസം 1-ന് ഹൈക്കോടതി പരിഗണിക്കും. ഇതിനിടെയാണ് മാമി തിരോധാനത്തിൽ ADGP MR അജിത് കുമാറിനുൾപ്പെടെ പങ്കുണ്ടെന്ന ഗുരുതര ആരോപണവുമായി PV അൻവർ MLA രംഗത്തെത്തിയത്. കുടുംബവും അൻവറിന്റെ ആരോപണം ഏറ്റുപിടിച്ച സാഹചര്യത്തിലാണ് കേസിന്റെ അന്വേഷണം CBIക്ക് കൈമാറാമെന്ന് പ്രത്യേക അന്വേഷണ സംഘത്തലവനായ മലപ്പുറം SP S ശശിധരൻ DGPക്ക് റിപ്പോർട്ട് നൽകിയത്. SP-യുടെ റിപ്പോർട്ട് പരിശോധിച്ച ശേഷം സർക്കാർ നിലപാട് ഹൈക്കോടതിയെ അറിയിക്കും. 1 വർഷം മുൻപാണ് കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് ഇടനിലക്കാരനായ മാമിയെ കാണാതായത്. ആദ്യം നടക്കാവ് പോലീസ് അന്വേഷിച്ച കേസ് പിന്നീട് പ്രത്യേക സംഘത്തിന് കൈമാറി. അന്വേഷണത്തിൽ യാതൊരു പുരോഗതിയുമില്ലെന്ന് കുടുംബവും സമരസമിതിയും ആരോപിച്ചിരുന്നു. 24 കോഴിക്കോട്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട പത്തനംതിട്ട SP ഓഫീസിലേക്ക് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിട്ടു. അവിടെ പോലീസുമായി ഒരു ചെറിയ ഏറ്റുമുട്ടൽ അവിടെ സംഭവിക്കുന്നുണ്ട്. അവിടെ സ്ഥിതിഗതികൾ സംഘർഷഭരിതമാകുന്നു. ശ്രീകുമാർ ചെയ്യുന്നു. ശ്രീത്ത്, ലാത്തിച്ചാർജാണോ? ലാത്തിച്ചാർജ് എന്നൊരു ഘട്ടത്തിലേക്ക് പോലീസ് ഇപ്പോൾ കടന്നിട്ടില്ല. പക്ഷേ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ഈ സമരത്തിന് ശേഷം പിരിഞ്ഞു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും ആ പിരിഞ്ഞു പോയ സമയത്ത് സ്വാഭാവികമായി പോലീസ് അവരുടെ പുറകെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് KSRTC ബസ് സ്റ്റാൻഡ് പരിസരത്തേക്ക് കൃത്യമായ രീതിയിൽ ഇത്തരത്തിൽ പ്രവർത്തകരുടെ കുത്തിയിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷേ പോലീസ് അവരെ ആദ്യം അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ളൊരു നീക്കം നടത്തി. യൂത്ത് കോൺഗ്രസിന്റെ ജില്ലാ പ്രസിഡന്റ് വിജയ് ഇന്ദുചൂടിന്റെ നേതൃത്വത്തിലായിരുന്നു അത്തരത്തിലൊരു നീക്കം നടന്നത്. എന്തായാലും വിജയ് ഇന്ദുചൂടിന്റെ നേതൃത്വത്തിൽ നടന്ന നീക്കത്തിന്റെ ഭാഗമായി പോലീസ് അവരെ ബലം പ്രയോഗിച്ച് അറസ്റ്റ് ചെയ്ത് നീക്കാൻ ശ്രമം നടത്തി. ഏറെ നേരം ഉന്തും തള്ളുമുണ്ടായി. ഇപ്പോൾ അതിനുശേഷം പ്രവർത്തകർ പിരിഞ്ഞു പോകുന്ന കാഴ്ചയാണ് കാണുന്നത്. എന്തായാലും പോലീസ് പുറകെ തന്നെയുണ്ട്. ഇനി എന്തെങ്കിലും തരത്തിൽ റോഡ് ഉപരോധമോ മറ്റോ ഉണ്ടെങ്കിൽ കൃത്യമായ രീതിയിൽ ലാത്തിച്ചാർജ് അടക്കം നടത്തുമെന്ന് പോലീസ് DYSP മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ പ്രവർത്തകർ ഇപ്പോൾ പിരിഞ്ഞു പോവുകയാണ്. ഏതാനും ചില പ്രവർത്തകരെ എന്തായാലും പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി. യൂത്ത് കോൺഗ്രസിൻ്റെ ജില്ലാ പ്രസിഡന്റ് അടക്കമുള്ള ആളുകളെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. പത്തനംതിട്ടയിലെ യൂത്ത് കോൺഗ്രസ് മാർച്ചാണ് ഇപ്പോൾ സംഘർഷഭരിതമാവുന്നത്. അവിടെ സമരം ചെയ്ത പ്രവർത്തകർ പിരിഞ്ഞു പോകുന്നതിനിടയിലാണ് സംഘർഷത്തിലെ കാര്യങ്ങൾ പോകുന്നത്. ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് തൃശ്ശൂരിലെ യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് കൂടി കാണുന്നുണ്ട്. ഇത് കോട്ടയത്താണ്. കോട്ടയത്ത് ബാരിക്കേഡ് മറിച്ചുവാൻ ശ്രമിക്കുകയാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. പ്രത്യക്ഷ സമരത്തിലേക്ക് PV അൻവർ ഉന്നയിച്ച ആഭ്യന്തര വകുപ്പിനെതിരെ, ADGPക്കെതിരെ, PCCക്കെതിരെ ഒക്കെ ഉന്നയിച്ച ആരോപണങ്ങൾക്കെതിരെ പ്രതിപക്ഷ യുവജന സംഘടനകൾ സമരരംഗത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയാണ് ഇന്നലെയും ഇന്നുമായി കാണുന്നത്. നാളെ KPCC തന്നെ, നാളെ കോൺഗ്രസ് പാർട്ടി തന്നെ പ്രധാനമായും സമരരംഗത്തേക്ക് ഇറങ്ങുന്നു. അങ്ങനെ
ആ പ്രതിഷേധം ആരോപണങ്ങൾക്കപ്പുറം പ്രതിഷേധം തെരുവിലേക്ക്, മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ട് പ്രതിഷേധം തെരുവിലേക്ക് ഇറങ്ങുന്നു എന്നതാണ് കാഴ്ച. യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ പുരോഗമിക്കുകയാണ്. ഇന്നലെയും ഇന്നുമായി. ഇന്നലെ മലപ്പുറത്തെ ഒക്കെ മാർച്ച് നമ്മൾ കണ്ടിരുന്നു. ഇന്നിപ്പോൾ പത്തനംതിട്ടയിലും തൃശ്ശൂരും കോട്ടയത്തുമടക്കം പ്രതിഷേധ മാർച്ചിലേക്ക് പോകുന്നു. പ്രവർത്തകരെ പത്തനംതിട്ടയിൽ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. നമ്മൾ കാണുന്നുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പോലീസ് അങ്ങനെ ലാത്തിച്ചാർജ് എന്നുള്ള ഒരു നടപടിയിലേക്ക്. കോട്ടയത്തെ ജലപീരങ്കി പ്രയോഗത്തിന് ദൃശ്യങ്ങളാണ്. ടോബി ജോൺസൺ ചേരുന്നു. ടോബി, പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിക്കുന്നു. ജലപീരങ്കി പ്രയോഗം സമരങ്ങളിലെ പതിവ് കാഴ്ച കോട്ടയത്ത് ആവർത്തിക്കുകയാണ്. ടോബി. ഹാഷ്മി, തീർച്ചയായിട്ടും പതിവ് കാഴ്ചകൾ ആവർത്തിക്കുന്നു. ഒരു ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പോകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ അത്രത്തോളം ആളുകൾ എത്തിയില്ല, പ്രവർത്തകർ എത്തിയില്ല. പക്ഷേ ഉണ്ടായിരുന്ന ആളുകൾ അവർ ഇവിടെ SP ഓഫീസിന് മുന്നിലേക്ക് മാർച്ചുമായി വന്നു. ആ മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. ആ തടഞ്ഞ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തിയത്. അപ്പോഴാണ് ഈ ജലപീരങ്കി പ്രയോഗം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം കഴിഞ്ഞ ദിവസം DCCയുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ചും ധർണയും ഒക്കെ നടന്നിരുന്നു. അതിന് പിന്നാലെയാണ് ഇപ്പോൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കൂടി തെരുവിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. മുഖ്യമന്ത്രിയുടെയും അതുപോലെ തന്നെ ഈ ADGPയുടെയും ഒക്കെ രാജി തന്നെയാണ് ഇവരുടെ പ്രധാന ആവശ്യം. അടുത്തിടെ ഉണ്ടായ പ്രശ്നങ്ങളിലെല്ലാം സർക്കാർ നാണം കെട്ട് നിൽക്കുകയാണ്. ആ നാണം കെട്ട് നിൽക്കുന്ന സർക്കാർ പുറത്തേക്ക് പോകണം എന്നൊരു ആവശ്യം തന്നെയാണ് യൂത്ത് കോൺഗ്രസും മുന്നോട്ട് വെച്ചത്. അല്പസമയം മുമ്പ് ജോസഫ് വാഴക്കനാണ് ഈ മാർച്ച് ഉദ്ഘാടനം ചെയ്തത്. അതിനുശേഷം അദ്ദേഹം പോയതിന് തൊട്ട് പിന്നാലെയാണ് ഇപ്പോൾ പ്രവർത്തകർ, ഏകദേശം 19ഓളം പ്രവർത്തകരുണ്ട്. അവർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഒരു തവണ ജലപീരങ്കി പ്രയോഗിച്ചു. കമ്പുകളും വടികളും ജലപീരങ്കിക്ക് നേരെ എറിയുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചിട്ടുണ്ട്. പോലീസ് ആ ബാരിക്കേഡുകൾ അവിടെ ഉറപ്പിച്ചു നിർത്തുകയാണ്. എന്തായാലും പ്രവർത്തകർ അതിന് മുകളിലേക്ക് വലിഞ്ഞു കയറി അപ്പുറത്തേക്ക് SP ഓഫീസിലേക്ക് പോകാനുള്ള ശ്രമമാണ് നടത്തുന്നത്. എന്തായാലും ആ പ്രവർത്തകരെ താഴെ ഇറക്കാനുള്ള ഒരു നീക്കം പോലീസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട്. എന്തായാലും ഒരു തവണ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. കൂടുതൽ പോലീസുകാർ ഇവിടെ എത്തിയിട്ടുണ്ട്. രാവിലെ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രതിഷേധം അല്പം ശക്തമാകുമെന്ന് അറിയിപ്പുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ കൂടുതൽ പോലീസ് സേനയെ ഉപയോഗിച്ചിരുന്നു. ഇപ്പോൾ വീണ്ടും രണ്ടാം തവണയും ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു. പ്രവർത്തകർ അവിടെ നിന്ന് പൂർണ്ണമായി പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും 10-30ഓളം പ്രവർത്തകർ അവിടെ തന്നെ ആ ബാരിക്കേഡിന് സമീപത്ത് തന്നെ കൂട്ടമായി നിൽക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ജലപീരങ്കി പ്രയോഗിച്ചുകൊണ്ടിരിക്കുകയാണ്. നേരത്തെ കഴിഞ്ഞ ദിവസം നടത്തിയ മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തിരുന്നു. പക്ഷേ അത്രത്തോളം പ്രവർത്തകർ ഇന്ന് എത്തിയിട്ടില്ല. പക്ഷേ ഉള്ള പ്രവർത്തകർ അവർ മറികടന്ന് ഈ ബാരിക്കേഡ് മറികടന്ന് SP ഓഫീസിലേക്ക് പോകാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഹാഷ്മി, ജലപീരങ്കി പ്രയോഗമാണ് കോട്ടയത്ത് ആവർത്തി ജലപീരങ്കി പ്രയോഗം. പ്രവർത്തകരുടെ വലിയ സാന്നിധ്യം അവിടെയുണ്ട്. ജലപീരങ്കി പ്രയോഗത്തിലും പിരിഞ്ഞു പോകാൻ കൂട്ടാകാതെ പ്രവർത്തകർ ബാരിക്കേഡ് മുന്നിൽ തന്നെ പിടിച്ചു നിൽക്കുന്ന കാഴ്ച പ്രേക്ഷകർ കാണുകയാണ്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം ഉണ്ടായി. ശക്തമായ ജലപീരങ്കി പ്രയോഗം ഉണ്ടാകുന്നു പോലീസിന്റെ ഭാഗത്തു നിന്നും. എന്തായാലും പോലീസുമായി ഒരു നേർക്കുനേർ സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രവർത്തകർ. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് യൂത്ത് കോൺഗ്രസ് ഇന്നത്തെയുമായ സമരം. നാളെ കോൺഗ്രസും പ്രതിഷേധ മുഖത്തേക്ക് ഇറങ്ങുകയാണ്. PV Anwar എന്ന ഭരണപക്ഷ MLA പറയുന്ന ഒരു ആരോപണത്തെ തുടർന്ന് പ്രതിപക്ഷ സംഘടനകൾ രംഗത്തേക്ക് ഇറങ്ങുന്നുവെന്ന അസാധാരണമായി, പക്ഷേ അടുത്ത കാലത്ത് അങ്ങ് കേട്ടിട്ടില്ലാത്ത സമാനതകളില്ലാത്ത ഒരു പ്രതിഭാസം കൂടി നമ്മൾ ഈ പ്രതിഷേധത്തിൽ കാണുന്നുണ്ട് എന്നത് പറയാതെ വയ്യ. PV Anwar അത്രത്തോളം ഗുരുതര ആരോപണങ്ങളാണ് ഈ ദിവസങ്ങളിൽ ഉന്നയിക്കുന്നത്. ADGP MR അജിത് കുമാർ നൊട്ടോറിയസ് ക്രിമിനലാണ് എന്നതടക്കം അദ്ദേഹം ആവർത്തിച്ചുകൊണ്ടിരിക്കും. ഇന്നലെ വൈകിട്ട് നമ്മളോട് PV Anwar സംസാരിക്കുമ്പോഴും ആവർത്തിക്കുന്നുണ്ട് നോട്ടോറിയസ് ക്രിമിനലാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അവിടെ ചില കാര്യങ്ങൾ അദ്ദേഹത്തെ അറിയിക്കുന്നതിൽ അദ്ദേഹത്തെ ഒരു ഇരുട്ടുമറയിൽ നിർത്തിക്കൊണ്ട് PCC അടക്കമുള്ള സംഘം നടത്തുന്നുവെന്നതാണ് ഇന്നലെ PV Anwar നമ്മുടെ വൈകിട്ടത്തെ നമുക്ക് അനുഭവിച്ച പ്രത്യേക അഭിമുഖത്തിൽ പറഞ്ഞത്. അതിനെ തുടർന്നൊക്കെ ഈ പ്രതിഷേധം കൂടുതൽ ശക്തമാക്കാൻ ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത് തൃശ്ശൂരാണ്. തൃശ്ശൂരും സമാനമാണ് സാഹചര്യം. തൃശ്ശൂരും ബാരിക്കേഡ്, അവിടെയും ജലപീരങ്കി, അവിടെയും പിരിഞ്ഞു പോകാത്ത പ്രവർത്തകർ. സൂരജ് സജി ചേരുന്നുണ്ട്. സൂരജ്, എന്താണ് തൃശ്ശൂരെ സമര സാഹചര്യം? ബാരിക്കേഡ് മറിഞ്ഞു. സൂരജ്. ഹാഷ്മി, തൃശ്ശൂരിൽ സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് തൃശ്ശൂരിൽ സമരം വഴിമാറുന്നു എന്നുള്ളതാണ്. ബാരിക്കേഡ് ഉയർത്തിക്കൊണ്ട് പ്രവർത്തകരെ തടയാനായിരുന്നു പോലീസ് ശ്രമിച്ചത്. പക്ഷേ അതാ ദൃശ്യങ്ങളിൽ കാണുന്നത് ബാരിക്കേഡ് പൂർണ്ണമായും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തകർത്തിരിക്കുന്നു. അത് തൃശ്ശൂരിൽ പൂർണ്ണമായും ബാരിക്കേഡ് തകർത്തുകൊണ്ട് ഇതാ കമ്മീഷൻ ഓഫീസിലേക്കായിരുന്നു ഈ മാർച്ച്. ആ സമരം മുന്നേറാൻ ശ്രമിക്കുന്നതിന്റെ ദൃശ്യങ്ങളാണ് കാണുന്നത്. പൂർണ്ണമായും തൃശ്ശൂരിൽ സ്ഥാപിച്ച ബാരിക്കേഡ് പൂർണ്ണമായും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തകർത്തിരിക്കുന്നു. ഈ സമരത്തിൽ പങ്കെടുക്കുന്ന പ്രവർത്തകർ ഇപ്പോൾ ഈ കമ്മീഷൻ
കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് ചെയ്യാൻ ശ്രമിക്കുന്നു. പക്ഷേ നിരന്തരമായി ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ നേരിടുന്ന പോലീസിനെയാണ് കാണുന്നത്. ശക്തമായ പ്രതിഷേധം അത് തൃശ്ശൂരിലും അലതല്ലുകയാണ്. പ്രത്യേകിച്ച് തൃശ്ശൂരിലേക്ക് വന്നു കഴിഞ്ഞാൽ മാഫിയ തലവനായ മുഖ്യമന്ത്രി രാജിവെക്കണമെന്ന മുദ്രാവാക്യത്തോടൊപ്പം തൃശ്ശൂർ പൂരം അട്ടിമറിച്ച പോലീസ് എന്നൊരു പഴി തൃശ്ശൂർ പോലീസിന് മുകളിൽ നിൽക്കുന്നുണ്ട്. പ്രത്യേകിച്ച് RSSുമായി ഗൂഢാലോചന നടത്തിയെന്ന തരത്തിൽ കോൺഗ്രസും മുൻ LDF സ്ഥാനാർത്ഥി സുനിൽകുമാറും അടക്കം ആരോപണം ഉന്നയിച്ചിരിക്കുന്നു. PV അൻവറിന്റെ ആരോപണം ഏറ്റെടുത്തുകൊണ്ട് ഈ തൃശ്ശൂർ പൂരം അടക്കം വലിയ ചർച്ചയായി നിൽക്കുന്ന രാഷ്ട്രീയ സാഹചര്യത്തിലാണ് യൂത്ത് കോൺഗ്രസിന്റെ മാർച്ച്. അതേ കമ്മീഷൻ ഓഫീസിലേക്ക്, അതായത് തൃശ്ശൂരിലെ കമ്മീഷണറാണ് ഈ പൂരം അട്ടിമറിക്ക് പിന്നിൽ എന്നുള്ളതായിരുന്നു ഈ ഉയർന്ന ആരോപണം. ആ ആരോപണത്തിൽ ശക്തമായ പ്രതിഷേധം അത് കമ്മീഷൻ ഓഫീസിലേക്ക് നടത്താനാണ് യൂത്ത് കോൺഗ്രസ് നിശ്ചയിച്ചിരുന്നത്. ഈ സമരത്തിന് കമ്മീഷൻ ഓഫീസിൽ നിന്ന് 100 മീറ്റർ അകലെ തന്നെ ബാരിക്കേഡ് ഉയർത്തിക്കൊണ്ട് ഈ പ്രവർത്തകരെ നേരിടാൻ ശ്രമിച്ചു. പക്ഷെ ആദ്യഘട്ടത്തിൽ ഈ ബാരിക്കേഡ് മറികടക്കാൻ പ്രവർത്തകർക്ക് കഴിഞ്ഞിരുന്നില്ല. പക്ഷേ ശക്തമായ പ്രതിഷേധത്തിനൊടുവിൽ പൂർണ്ണമായും ബാരിക്കേഡുകൾ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തകർത്തു. ഇപ്പോൾ അവർ ആ ബാരിക്കേഡ് മറികടന്ന് മുന്നേറാൻ ശ്രമിച്ചെങ്കിലും നിരന്തരമായി ജലപീരങ്കി അടിക്കുന്നു. ജലപീരങ്കി ഉപയോഗിച്ചുകൊണ്ട് പ്രവർത്തകരെ നേരിടാൻ ശ്രമിക്കുന്നു. പക്ഷേ പ്രവർത്തകർ പിന്നോട്ട് പോകുന്നില്ല എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇപ്പോൾ ദൃശ്യങ്ങളിൽ കാണുന്നവർ മാത്രമല്ല, റോഡിന് ഇരുവശത്തും പ്രവർത്തകർ തമ്പടിച്ചു നിൽക്കുന്നുണ്ട്. ഈ കുറച്ചു പേർക്കെതിരെ മാത്രമാണ് ഈ ജലപീരങ്കി ഉപയോഗിക്കുന്നതെങ്കിൽ പോലും നിരവധി പ്രവർത്തകർ സമീപത്ത് സംഘടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. അവർ ഈ അതാ ബാരിക്കേഡ് മറികടന്ന് മുന്നേറാൻ ശ്രമിക്കുന്നു പ്രവർത്തകർ. ജലപീരങ്കി താൽക്കാലികമായി പോലീസ് അവസാനിപ്പിച്ചിരിക്കുന്നു. പക്ഷേ ബാരിക്കേഡ് മറികടന്ന് മുന്നേറാനുള്ള ഒരു ശ്രമം അത് യൂത്ത് കോൺഗ്രസുകാർ നടത്തുന്നു. പോലീസിന് നേരെ പ്രകോപനം, പ്രകോപനം മുതിർന്ന നേതാക്കൾ ഇടപെട്ടതാ. പോലീസും ഇവരും തമ്മിൽ വാക്കേറ്റമുണ്ടാകുന്നു, കയ്യാങ്കളി ഉണ്ടാകുന്നു. പ്രവർത്തകരും പോലീസും തമ്മിൽ മുതിർന്ന നേതാക്കൾ ഇടപെട്ടുകൊണ്ട് അവരെ പിന്തിരിപ്പിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു. പക്ഷേ അറിയേണ്ടത് ഈ ബാരിക്കേഡ് മറികടന്ന് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ്. ബാരിക്കേഡ് പൂർണ്ണമായും തകർത്തിട്ടുണ്ട്. എന്നാൽ പോലും നിലവിൽ പോലീസും ഇവരും തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നു. പോലീസും ഇവരും മുഖാമുഖം എന്ന് പറയാവുന്ന തരത്തിലേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പോലീസും പ്രവർത്തകരും രണ്ടു വശത്തായി തിരിഞ്ഞു നിന്നുകൊണ്ട് വാക്കേറ്റം നടത്തുന്നതാണ് ദൃശ്യങ്ങളിൽ കാണുന്ന. മുതിർന്ന പ്രവർത്തകരും മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും ഇടപെട്ടുകൊണ്ട് പോലീസിനെയും പ്രവർത്തകരെയും രണ്ടു വിഭാഗത്തെയും സാധ്യമാക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ഒരു സംഘർഷഭരിതമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളത് തന്നെയാണ് പ്രധാനപ്പെട്ട കാര്യം. മുതിർന്ന ഉദ്യോഗസ്ഥരടക്കം ഈ ബാരിക്കേഡ് മറികടന്ന് മുന്നോട്ട് പോകരുത് എന്ന് പ്രവർത്തകരോട് പറയുന്നുണ്ട്. പക്ഷേ അവർ പിന്മാറുന്നില്ല. വലിയ രീതിയിലുള്ള പ്രകോപനം, വീണ്ടും ജലപീരങ്കി അടിക്കാൻ, വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കാൻ നിർദ്ദേശം നൽകുന്നു പോലീസ്. പ്രവർത്തകർ പിന്നിട്ടു പോകാതായതോടുകൂടി വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കാൻ നിർദ്ദേശം നൽകുന്നത്. ഇപ്പോൾ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കുന്നതിന് വേണ്ടിയുള്ള തയ്യാറെടുപ്പുകൾ പോലീസ് നടത്തുന്നു. പ്രവർത്തകർക്ക് നേരെ വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കാനുള്ള ഒരു നീക്കമാണ്. ഒരു തരത്തിലും ഈ ബാരിക്കേഡ് തകർത്തെങ്കിൽ പോലും ഇവിടെ നിന്ന് പിന്മാറാൻ, അതായത് ബാരിക്കേഡ് തകർത്തതിന് തൊട്ടു പിന്നാലെ പ്രവർത്തകർക്ക് നേരെ ജലപീരങ്കി ഉപയോഗിച്ചു. പക്ഷേ പ്രവർത്തകർ ഇവിടെ നിന്ന് പിന്തിരിയാൻ തയ്യാറാകുന്നില്ല. ആ സാഹചര്യത്തിലാണ് വീണ്ടും ജലപീരങ്കി പ്രയോഗിക്കാനുള്ള ഒരു തീരുമാനത്തിലേക്ക് പോലീസ് കടക്കുന്നത്. പക്ഷേ പ്രവർത്തകർ ഇപ്പോഴും ഈ പൂർണ്ണമായും ബാരിക്കേഡ് തകർത്തിരിക്കുന്ന ദൃശ്യങ്ങളിൽ കാണാം. പൂർണ്ണമായും തകർത്ത ബാരിക്കേഡിന് മുന്നിൽ ഈ പ്രവർത്തകർ സംഘടിച്ചു നിൽക്കുന്ന ഒരു സാഹചര്യം. മാഫിയ തലവനായ മുഖ്യമന്ത്രി രാജിവെക്കുക എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടായിരുന്നു യൂത്ത് കോൺഗ്രസ് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഈ കമ്മീഷൻ ഓഫീസിലേക്ക് മാർച്ച് നടത്തിയത്. പക്ഷേ ഈ സമരത്തിലുടനീളം അവർ ഉയർത്തിപ്പിടിച്ചത് തൃശ്ശൂർ പൂരം അട്ടിമറിച്ച പോലീസാണ്. കോട്ടയത്തും കോട്ടയത്തെ പ്രേക്ഷകർ ദൃശ്യങ്ങൾ കാണുന്നത് കടുത്ത ജലപീരങ്കി പ്രയോഗമാണ്. അതിശക്തമായ ജലപീരങ്കി പ്രയോഗം. അതിനെ ചെറുത്ത് നിൽക്കുന്ന യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ തിരിഞ്ഞു പോകാൻ കൂട്ടാക്കുന്നില്ല. അവിടെയും ഇതുതന്നെയാണ്. ബാരിക്കേഡ് ഏത് വിധേനയും മറികടക്കുക, അല്ലെങ്കിൽ ബാരിക്കേഡ് മറിച്ചിടാനുള്ള നീക്കങ്ങളൊക്കെ നടക്കുന്നു. പോലീസുമായി ഒരു നേർക്കുന്ന ഏറ്റുമുട്ടലിലൊക്കെ ഏതു സമയവും അടി പൊട്ടിയേക്കാം, ഒരു ലാത്തി ചാർജ് പൊട്ടിയേക്കാം എന്നൊരു സാഹചര്യം അവിടെയുണ്ട്. സൂരജ് അവിടുന്ന് ടോബി ജോൺസ് ചെയ്തു. ടോബി, കോട്ടയത്തെ സമരം കുറച്ച് ശക്തമാവുന്നു തോന്നുന്നു അല്ലേ? തീർച്ചയായിട്ടും കൂടുതൽ ശക്തമായിട്ട് തന്നെ ഈ സമരം മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇപ്പോൾ 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു കഴിഞ്ഞു. ഈ പ്രവർത്തകർ ഇവിടെ വന്ന് ബാരിക്കേഡ് മറിച്ചിട്ട് SP ഓഫീസിലേക്ക് മാർച്ച് നടത്താനുള്ള ശ്രമം തന്നെയാണ്. ഇപ്പോൾ KK റോഡിലാണ് ഈ മാർച്ച് നടക്കുന്നത്. അവിടെയാണ് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് മാർച്ച് നടന്നത്. ഏതായാലും പ്രവർത്തകർ ഇപ്പോൾ ഈ റോഡിൽ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ്. 3 തവണ ബാരിക്കേഡ് മറിച്ചിടാൻ ശ്രമിച്ചു. അപ്പോൾ 3 തവണയും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ശക്തമായിട്ടുള്ള പ്രതിഷേധത്തിലേക്ക് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കോട്ടയത്തും കാണാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പാണ് ജോസഫ് വാഴക്കൻ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് അദ്ദേഹം പോയതിന് തൊട്ട് പിന്നാലെ പ്രവർത്തകർ ഈ ബാരിക്കേഡ് മറിച്ചിട്ട് അപ്പുറത്തേക്ക് പോകാനുള്ള ശ്രമം നടത്തുകയായിരുന്നു. എന്നാൽ പോലീസ് അത് തടഞ്ഞു. ശക്തമായിട്ട് ചെറുത്തുനിൽപ്പ് തന്നെ പോലീസ് നടത്തി. അതുകൊണ്ട് തന്നെ ബാരിക്കേഡ് മറിച്ചിടാൻ
ആ സമയത്താണ് ജലപീരങ്കി പ്രയോഗിച്ചത്. 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നത്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെയാണ് കോട്ടയത്തും അരങ്ങേറുന്നത്. മുഖ്യമന്ത്രിയുടെ രാജിയല്ലാതെ മറ്റൊന്നും വേണ്ട എന്നുള്ളൊരു നിലപാട് തന്നെയാണ്. കടുത്ത പ്രതിഷേധത്തിലേക്ക് തന്നെയാണ് പ്രവർത്തകർ പോകുന്നത്. പ്രവർത്തകർ ഇപ്പോൾ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസം DCCയുടെ മാർച്ചും പ്രതിഷേധവും ഒക്കെ നടന്നിരുന്നു. അതിൽ നിന്നും വ്യത്യസ്തമായി അല്പം ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധ പരിപാടിയിലേക്ക് തന്നെയാണ് പ്രവർത്തകർ കടന്നിരിക്കുന്നത്. കോട്ടയത്തെ ദൃശ്യങ്ങൾ പ്രേക്ഷകർ കാണുകയാണ്. അവിടെ യൂത്ത് കോൺഗ്രസ് മാർച്ചിൽ സംഘർഷമുണ്ടായി. അതിനുശേഷം പോലീസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കുകയാണ്. അറസ്റ്റ് ചെയ്ത് നീക്കുന്ന വാഹനത്തിലേക്ക് കയറാൻ കൂട്ടാക്കാത്ത പ്രവർത്തകരുടെ പ്രതിഷേധം അവിടെയുണ്ട്. കോട്ടയത്താണ് എനിക്ക് തോന്നുന്നു ഇന്ന് ഉണ്ടായ പല സ്ഥലങ്ങളിലും ഉണ്ടായതിനേക്കാൾ കൂടുതൽ ഏറ്റവും സംഘർഷഭരിതമായ ഒരു യൂത്ത് കോൺഗ്രസിൻ്റെ മാർച്ച് അവിടെ ഉണ്ടായത്. വലിയ ജലപീരങ്കി പ്രയോഗമുണ്ടായി, പലയാവർത്തി ജലപീരങ്കി പ്രയോഗമുണ്ടായി. ജലപീരങ്കി പ്രയോഗത്തിൽ പിരിഞ്ഞു പോകാൻ പോവാതെ പ്രവർത്തകരോട് നിന്നൊക്കെ നമ്മൾ കണ്ടു. എന്തായാലും ഒരു തെരുവ് യുദ്ധം എന്ന് പറയാവുന്ന രീതിയിലേക്ക് സംസ്ഥാനത്തിൻ്റെ പല ഭാഗത്തും യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധ പരമ്പര കണ്ട ദിവസമാണിന്ന്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടാണ് ആ പ്രതിഷേധം. PV Anwar ഇമ്പാക്ട് എന്നുറപ്പായും ഈ പ്രതിഷേധങ്ങളെ പറയാം. PV Anwar തൊടുത്തുവിട്ട ആ രൂക്ഷമായ ആരോപണ പരമ്പരയെ തുടർന്നാണ് മുഖ്യമന്ത്രി തന്നെ രാജി ആവശ്യപ്പെടണം. അത് ADGP മാറ്റി നിർത്തണമെന്നോ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ സെക്രട്ടറി മാറ്റണമെന്നോ എന്ന് ആവശ്യപ്പെട്ടത് ഉള്ളതല്ല. ആഭ്യന്തര വകുപ്പിൻ്റെ തലവനായിരിക്കുന്ന മുഖ്യമന്ത്രി രാജിവെക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ടാണ് യൂത്ത് കോൺഗ്രസിൻ്റെ പ്രതിഷേധം ഇന്നലെയും ഇന്നുമായി. നാളെ KPCCയുടെ നേതൃത്വത്തിൽ തന്നെ പ്രതിഷേധവുമായി സെക്രട്ടറിയിലേക്ക് പ്രതിഷേധം നടക്കുന്നു. അങ്ങനെ ഒരു ഭരണപക്ഷ MLA, അതും ഒരു കരുത്തനായ ഭരണപക്ഷ MLAയുടെ ആരോപണത്തെ തുടർന്ന് പ്രതിപക്ഷ സംഘടനകൾ ഒന്നാകെ രംഗത്തേക്ക് ഇറങ്ങുന്ന ഒരു കാഴ്ച കാണുകയാണ്. യൂത്ത് കോൺഗ്രസിൻ്റെയും കോൺഗ്രസിൻ്റെയും പ്രതിഷേധമാണ് മിനിഞ്ഞാന്നും ഇന്നലെയും ഇന്നും നാളെയുമായി കേരളം സാക്ഷ്യം വഹിക്കുന്നത്. കോട്ടയത്തും തൃശ്ശൂരും സംഘർഷമുണ്ടായി. കോട്ടയത്ത് പ്രവർത്തകർ അറസ്റ്റ് വഴങ്ങാതെ അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ടോബി ജോൺസൺ വിവരങ്ങൾ ചെയ്തു. ടോബി, എന്തായാലും പ്രവർത്തകർ അതിശക്തമായ പലയാവർത്തിയുള്ള ജലപീരങ്കി പ്രയോഗത്തിലും പിരിഞ്ഞു പോകാൻ കൂട്ടാക്കാതെ അവിടെ തന്നെ നിൽക്കുന്നു, ഇരുന്ന് മുദ്രാവാക്യം വിളിക്കുന്നു അല്ലേ? അശ്വതി, തീർച്ചയായിട്ടും. ഏതായാലും കുറെ പ്രവർത്തകരെ ഇവിടെ നിന്ന് പോലീസ് ഇപ്പോൾ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുണ്ട്. അതിനുശേഷം ബാക്കിയുള്ളവർക്ക് വേണ്ടി പോലീസിന്റെ വാഹനം വന്നിട്ടില്ല. അതുകൊണ്ടായിരിക്കും ഒരുപക്ഷെ അറസ്റ്റിലേക്ക് പോകാത്തത്. എന്തായാലും ശക്തമായിട്ടുള്ള പ്രതിഷേധം തന്നെ കോട്ടയം ജില്ലയിലും അരങ്ങേറിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ സാധിക്കും. അല്പസമയം മുമ്പാണ് ഇവിടേക്ക് ഈ മാർച്ച് വന്നത്. മാർച്ച് കളക്ടറേറ്റിന് മുന്നിൽ വെച്ച് പോലീസ് ബാരിക്കേഡ് ഉപയോഗിച്ച് തടഞ്ഞു. ബാരിക്കേഡ് മറികടക്കാൻ വേണ്ടിയുള്ള ഒരു ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. 3-4 തവണ ഈ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം നടത്തി. അപ്പോഴാണ് ജലപീരങ്കി പ്രയോഗിക്കുന്നതിലേക്ക് പോലീസ് കടന്നത്. 3 തവണ ജലപീരങ്കി പ്രയോഗിച്ചു. അതിനിടയിലും ഈ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമം പ്രവർത്തകർ തുടർന്നു. ഈ ജലപീരങ്കിയുടെ പോലീസിന് നേരെ ചില കല്ലേറും അതുപോലെ തന്നെ കമ്പുകളുമൊക്കെ എഴുതുന്ന ഒരു കാഴ്ച നമുക്ക് കാണാൻ സാധിച്ചു. അതിനുശേഷമാണ് ജലപീരങ്കിയിലേക്ക് കടന്നത്. ഏതായാലും പ്രവർത്തകരെ അറസ്റ്റ് ചെയ്ത് നീക്കാനുള്ള ശ്രമത്തിനിടയിലാണ് ചെറിയ തോതിലൊരു സംഘർഷം ഉണ്ടായത്. ഒരു വനിതാ പ്രവർത്തകയെ വാഹനത്തിലേക്ക് കയറ്റുന്നതുമായി ബന്ധപ്പെട്ട് ചെറിയ തോതിലുള്ള ഒരു സംഘർഷവും ഉണ്ടായി. എന്തായാലും ഇപ്പോഴും പ്രവർത്തകർ ഈ KK റോഡിൽ, പ്രധാന റോഡാണ്, നിരവധി വാഹനങ്ങൾ കടന്നു പോകുന്ന വഴിയാണ്, അവിടെ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുകയാണ്. ഈ റോഡിലൂടെയുള്ള ഗതാഗതം എന്തായാലും തടസ്സപ്പെട്ടിട്ടുണ്ട്. PV Anwar അഴിച്ചുവിട്ട ആ ഒരു പ്രശ്നങ്ങൾ അതിപ്പോഴും ആളിക്കത്തിക്കാനുള്ള ശ്രമം തന്നെയാണ് യൂത്ത് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിന്റെ പ്രതിഫലനങ്ങൾ തന്നെയാണ് തെരുവിലും കാണുന്നത്. ശക്തമായ പ്രതിഷേധത്തിലേക്ക് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കോട്ടയം ജില്ലയിലും പോകുന്ന കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അല്പസമയം മുമ്പ് ജോസഫ് വാഴക്കിനാണ് ഈ സമരം ഉദ്ഘാടനം ചെയ്തത്. പ്രവർത്തകർ താരതമ്യേന കുറവായിരുന്നുവെങ്കിലും ശക്തമായിട്ടുള്ള ഒരു പ്രതിഷേധം തന്നെ നടത്താൻ. ടോബി ജോൺസണാണ് കോട്ടയത്തെ വിവരങ്ങൾ നൽകിയത്. കോട്ടയത്താണെന്ന് തോന്നുന്നു ഇന്ന് ഉണ്ടായ പ്രതിഷേധങ്ങൾ അത്യാവശ്യം സംഘർഷഭരിതമായ പ്രതിഷേധത്തിലെ കാര്യങ്ങൾ പോയത് ഇപ്പോഴും തുടരുകയാണ് യൂത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധം. NCPയിലെ മന്ത്രിമാറ്റ തർക്കത്തിൽ AK ശശീന്ദ്രനെ കൈവിട്ട് ദേശീയ അധ്യക്ഷൻ ശരത് പവാർ. മന്ത്രി മാറണമെന്ന സംസ്ഥാന നേതൃത്വത്തിന്റെ നിലപാടിന് അനുകൂലമായാണ് ശരത് പവാറും AK ശശീന്ദ്രനെ അനുനയിപ്പിക്കാൻ 3-അംഗ സംഘം മന്ത്രിമന്ദിരത്തിലെത്തി കൂടിക്കാഴ്ചയും നടത്തി. പാർട്ടിയിലെ അവസാന വാക്കായ ശരത് പവാറും AK ശശീന്ദ്രനെ കൈയൊഴിയുകയാണ്. PC ചാക്കോയുടെ നേതൃത്വത്തിൽ സംസ്ഥാന ഘടകം ഏതാണ്ട് ഒന്നിച്ചുന്നയിക്കുന്ന ആവശ്യത്തോട് പവാറും അനുകൂല നിലപാടിലാണ്. മഹാരാഷ്ട്രയിൽ തെരഞ്ഞെടുപ്പ് തിരക്കായതിനാൽ ചർച്ചകൾക്ക് തൽക്കാലം വരേണ്ടെന്ന് പവാർ അറിയിച്ചതോടെയാണ് ഇന്ന് മുംബൈയിലേക്ക് പോകാനിരുന്ന നേതാക്കൾ യാത്ര റദ്ദാക്കിയത്. ദില്ലിയിൽ വെച്ച് ഇതിനോടകം PC ചാക്കോ ആവശ്യം പവാറിനെ അറിയിച്ചതാണ്. ഇന്നലെ TP പീതാംബരൻ മാസ്റ്ററും പവാറുമായി സംസാരിച്ചു. മന്ത്രിസ്ഥാനം തോമസ് K തോമസിന് വിട്ടു നൽകേണ്ടി വന്നാൽ ഒപ്പം MLA സ്ഥാനവും രാജിവെക്കുമെന്നാണ് ശശീന്ദ്രന്റെ ഭീഷണി. പെട്ടെന്നൊരു ഉപതെരഞ്ഞെടുപ്പുണ്ടാവരുതെന്ന് LDF നേതൃത്വവും മുഖ്യമന്ത്രിയും NCP നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട്. 3-അംഗ NCP സംഘം മന്ത്രിമന്ദിരത്തിലെത്തി ശശീന്ദ്രനെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും നടന്നിട്ടില്ല.
അതിനാൽ പവാറിൽ നിന്ന് നേരിട്ട് നിർദ്ദേശം വരുന്നതോടെ അനുനയമാകുമെന്നാണ് കണക്കുകൂട്ടൽ. ശ്രീനാഥ് ചന്ദ്രൻ, 24 മുംബൈ. ഓണക്കാലത്തെ ഇരുട്ടടി. സബ്സിഡി സാധനങ്ങൾക്ക് വീണ്ടും വില കൂട്ടി സപ്ലൈകോ. മട്ട അരി, പഞ്ചസാര, തൂരപ്പരിപ്പ് എന്നിവയ്ക്കാണ് വില കൂട്ടിയത്. പൊതുവിപണിയിലെ വില കണക്കിലെടുത്താണ് തീരുമാനമെന്ന സപ്ലൈകോയുടെ ന്യായീകരണത്തെ ഭക്ഷ്യമന്ത്രി GR അനിൽ പിന്തുണച്ചു. സപ്ലൈകോയ്ക്കും കൺസ്യൂമർ ഫെഡിനും ആവശ്യമായ ഫണ്ട് അനുവദിച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. 30 രൂപയുണ്ടായിരുന്ന മട്ടയരിക്ക് വില 33 രൂപയായി. പഞ്ചസാരയുടെ വിലയും 30-ൽ നിന്ന് 33-ലേക്ക്. തുവരപ്പരിപ്പിന്റെ വില 111-ൽ നിന്ന് 4 രൂപ കൂടി 115-ആയി. ചെറുപയർ വില 92-ൽ നിന്ന് 90-ആക്കി കുറച്ചത് മാത്രമാണ് ആശ്വാസം. ഓണം പ്രമാണിച്ച് എല്ലാ സാധനങ്ങളും സപ്ലൈകോയിൽ എത്തിച്ചതിന് പിന്നാലെയാണ് വില കൂട്ടിയത്. പൊതുവിപണിയേക്കാൾ വിലക്കുറവ് സപ്ലൈകോയിൽ ഉണ്ടെങ്കിലും അവശ്യ സാധനങ്ങളുടെ വില വർധന സാധാരണക്കാർക്ക് തിരിച്ചടിയാണ്. വിപണി വില അനുസരിച്ചുള്ള ചില ക്രമീകരണങ്ങളാണ് വരുത്തിയതെന്നും ചുമരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ കഴിയൂവെന്നും മന്ത്രി GR അനിൽ. മാർക്കറ്റിലെ വിലയിൽ നിന്നും വലിയ തോതിൽ ആളുകൾക്ക് ആശ്വാസം പകരാനൊരു സംവിധാനമാണ് പൊതുമേഖലാ സ്ഥാപനം നിലനിർത്തുന്നത്. ടോട്ടൽ എടുത്തു നോക്കിയാൽ 400-ലധികം രൂപയുടെ ഡിഫറൻസ് ഈ 13 ഉൽപ്പന്നങ്ങളിൽ നിന്ന് മാത്രം ജനങ്ങൾക്ക് കിട്ടും. വിലക്കയറ്റം നിയന്ത്രിക്കാൻ നടപടികൾ സ്വീകരിച്ചിട്ടുണ്ടെന്ന് ധനമന്ത്രി KN ബാലഗോപാൽ. നമ്മളെന്തായാലും അതിനെ നിയന്ത്രിക്കാനാണ് സപ്ലൈകോ ഏറ്റവും കൂടുതൽ ശ്രമിക്കുന്നത്. കൺസ്യൂമർ ഫെഡിൻ്റെയും കടകളുണ്ട്, അവർക്കും നമ്മൾ പ്രത്യേകം ഫണ്ട് അനുവദിച്ചിട്ടുണ്ട്. സപ്ലൈകോയ്ക്കും ഫണ്ട് അനുവദിച്ചത് നിങ്ങൾക്കറിയാം. കൺസ്യൂമർ ഫെഡിൻ്റെ ഷോപ്സും ഉണ്ട്. പ്രത്യേകം ഓണം മാർക്കറ്റ്, ഇത് കൂടാതെ കൃഷി വകുപ്പിൻ്റെ മറ്റു വകുപ്പുകളുടെ ഒക്കെ പ്രത്യേകം മാർക്കറ്റുകളും വരുന്നുണ്ട്. വില വർധന പിൻവലിക്കണമെന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല ആവശ്യപ്പെട്ടു. പച്ചരിയുടെ വില കൂട്ടാനുള്ള നീക്കവും സപ്ലൈകോയിൽ നടക്കുന്നുണ്ട്. റേഷൻ കടകൾ വഴി വിതരണം ചെയ്യുന്ന പഞ്ചസാരയുടെ വിലയും കൂട്ടും. 24 തിരുവനന്തപുരം. ഉന്നത വിദ്യാഭ്യാസ രംഗത്ത് ശുദ്ധീകരണം നടത്തിയ വ്യക്തിയാണ് ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ എന്ന പുകഴ്ത്തുമായി കോൺഗ്രസ് നേതാവ് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ. ഗവർണർ സ്ഥാനത്ത് തുടരാനുള്ള വിഘ്നങ്ങൾ മാറട്ടെ എന്ന് ഇന്നലെ പൊതുപരിപാടിയിലും തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ പറഞ്ഞിരുന്നു. ഗവർണർ പദത്തിൽ ഇന്ന് ആരിഫ് മുഹമ്മദ് ഖാൻ 5 വർഷം പൂർത്തിയാക്കുകയാണ്. ഗവർണർക്ക് അടുത്ത 5 വർഷം കൂടി ഈ കേരളത്തിൽ തന്നെ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അതുകൊണ്ട് തന്നെ നമ്മുടെ പ്രിയപ്പെട്ട ഗവർണർ 5ാം വർഷം പൂർത്തിയാക്കി വീണ്ടും കേരള ജനതയ്ക്ക് ഒരു ഹെഡ് ഓഫ് സ്റ്റേറ്റ് എന്ന നിലയിൽ നിൽക്കാനിടയാകും എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുകയും ചെയ്യാണ്. സൂര്യ കാലടി മലയിലെ വിനായക ചതുർത്ഥി ചടങ്ങിനിടെയായിരുന്നു തിരുവഞ്ചൂർ ആരിഫ് മുഹമ്മദ് ഖാനെ ആദ്യം പ്രശംസിച്ചത്. ഗവർണർ സ്ഥാനത്ത് തുടരാൻ വിഘ്നങ്ങൾ മാറട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്തു. എന്നാൽ ഒരു വേദിയിൽ നടത്തിയ പ്രതികരണത്തിനപ്പുറം തിരുവഞ്ചൂർ ഗവർണറെ വാനോളം പുകഴ്ത്തുന്നതാണ് വീണ്ടും കണ്ടത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളത് കംഫർട്ടബിളാണ്. അദ്ദേഹം ചെയ്യേണ്ട കുറേ കാര്യങ്ങൾ ചെയ്തു, കുറേ കാര്യം ചെയ്യാതെ പോയി. അദ്ദേഹം എടുത്തിട്ടുള്ള ചില നിലപാടുകളുണ്ട്, എല്ലാം ഞാൻ പറയുന്നില്ല, ചില നിലപാടുകളുണ്ട്. ആ നിലപാടുകൾ കേരളത്തിലെ വിദ്യാഭ്യാസ രംഗത്തെ ശുദ്ധീകരിക്കുന്നതിന് വിനിയോഗിക്കുന്നതാണ് എന്ന് വിശ്വസിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ. തിരുവഞ്ചൂരിന്റെ ഈ നിലപാടിന് പിന്നിൽ മറ്റ് താല്പര്യങ്ങൾ ഉണ്ടാകുമെന്ന് മന്ത്രി VN വാസവൻ. BJP താല്പര്യമാണെന്ന് പറഞ്ഞാൽ തെറ്റു പറയാനാകില്ലെന്നും മന്ത്രി പറഞ്ഞു. അത് അദ്ദേഹത്തിനെ സംബന്ധിച്ചോളം മറ്റേതെങ്കിലും തരത്തിലുള്ള താല്പര്യങ്ങളുടെ ഭാഗമാകാം. പല ഘട്ടങ്ങളിലും ഗവൺമെന്റിന്റെ ബില്ലുകൾ തടഞ്ഞു വയ്ക്കുക, നിയമസഭ പാസ്സാക്കുന്നത് ഐകണ്ഠേന പാസ്സാക്കിയ ബില്ലുകൾ പോലും ഇപ്പോഴും ഒപ്പിടാത്തത് BJPയോട് അദ്ദേഹത്തിനുള്ള ആഭിമുഖ്യവും താല്പര്യമാകണമെന്ന് ആരെങ്കിലും സംശയിച്ചാൽ അവരെ തെറ്റു പറയാൻ കഴിയും. തിരുവഞ്ചൂരിന്റെ പ്രതികരണത്തോട് കോൺഗ്രസിലെ തന്നെ പല നേതാക്കൾക്കും എതിരഭിപ്രായമുണ്ടെന്നാണ് സൂചന. 24 കോട്ടയം. കുഞ്ഞിന് മുലപ്പാൽ നൽകിയില്ലെന്ന് ആരോപിച്ച് 19-കാരിക്ക് ഭർത്തൃ വീട്ടുകാരുടെ ക്രൂരമർദ്ദനം. കൊല്ലം നീണ്ടകര സ്വദേശി അലീനയ്ക്കാണ് പ്രസവം കഴിഞ്ഞ് 27-ാം നാൾ മർദ്ദനമേറ്റത്. അലീന തന്റെ പേര് വിളിച്ചതുകൊണ്ടാണ് മർദ്ദിച്ചതെന്ന് വിചിത്രവാദമാണ് ഭർത്താവ് മഹേഷിന്റേത്. 24 വാർത്തയെ തുടർന്ന് സംസ്ഥാന സർക്കാരും വനിതാ കമ്മീഷനും വിഷയത്തിൽ ഇടപെട്ടു. 24 ഇംപാക്ട്. ഭർത്താവും ഭർത്താവിന്റെ സഹോദരനും ഇവരുടെ പിതാവും ചേർന്നാണ് അലീനയെ ക്രൂരമായി മർദ്ദിച്ചത്. ഇയാൾ എന്നെ അടിക്കുകയും ചെയ്ത് ഇടിക്കുകയും ചെയ്ത് ഇയാളെ ചേട്ടനുണ്ടായിരുന്നു, അച്ഛനുണ്ടായിരുന്നു, എല്ലാവരും ഉണ്ടായിരുന്നു. എന്നിട്ട് എന്റെ മുഖത്താണെങ്കിൽ തലങ്ങിനെടുത്ത് അമ്മയ്ക്ക് തന്നു എന്റെ ഹസ്ബൻഡ്. പിന്നെ ദേഹം മൊത്തം ഉപദ്രവിച്ചെന്റെ കത്താളൊക്കെ എടുത്തോണ്ടെന്ന് ഉപദ്രവിച്ച് കയറിനൊക്കെ ഇറുക്കിയതിന്റെയൊക്കെ ഡോക്ടർ തന്നെ പറഞ്ഞായിരുന്നു. ശരീരമാസകലം പരിക്കേറ്റ അലീനയെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ച് പ്രാഥമിക ചികിത്സ നൽകി. ചവറ പോലീസിൽ പരാതി നൽകിയെങ്കിലും നടപടിയുണ്ടായില്ലെന്നാണ് ആരോപണം.
അവർക്ക് SI ഇല്ലെന്ന് പറഞ്ഞിട്ട് 112 കണ്ട വിളിച്ച് SI വന്ന് പോലീസുകാർ ഇവിടെ നിന്ന് പറഞ്ഞു വിട്ടപ്പോൾ നേരെ വെളുത്തവർ വരാമെന്ന് പറഞ്ഞ് ഇതൊരു ആക്ഷൻ എടുത്തിട്ടില്ല. അവരെ അറസ്റ്റ് ചെയ്ത് ഞങ്ങൾ മുമ്പിൽ കാണിക്കാമെന്നാണ് പറഞ്ഞത്. തന്റെ പേര് വിളിച്ചതാണ് ബന്ധുക്കളെ ചൊടിപ്പിച്ചതെന്നും തുടർന്നായിരുന്നു മർദ്ദനമെന്നും ഭർത്താവ് മഹേഷിന്റെ വിചിത്ര ന്യായം. തന്റെ അമ്മയെ ഉപദ്രവിച്ചെന്നും മഹേഷ് 24-നോട് പറഞ്ഞു. ഇവ എടുത്ത വൈകിടാ മഹേഷ് എന്ന് വിളിച്ചു. അപ്പൊ ഇവിടെ ഈ ചരക്കേട്ട സമയം അതന്നേരം അമ്മ ചോദിച്ചു ഇവിടെ ആകാറിയില്ലേ എന്തിനാ അലീനെ അങ്ങനെ വിളിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ 2-3 അടി കൊടുത്തു. അവൾ അന്നേരം അമ്മ കയറി വന്ന് അടിക്കാൻ എന്താ അടിക്കല്ലേ എന്ന് പറഞ്ഞ് പിടിച്ചു വന്ന് ഇവിടെ പോയി. ഇതിനെല്ലാം കാരണം നീ അടിയെ പ്രശ്നം ചീർത്ത് വിളിച്ച് പൊങ്ങയ്ക്കെല്ലാം കൂടെ പിടിച്ചു വെച്ചിരുന്നപ്പോ ഞാൻ 2-3 അടി കൊടുത്തു. 24 വാർത്തയ്ക്ക് പിന്നാലെ വിഷയത്തിൽ വനിതാ കമ്മീഷൻ ഇടപെട്ടു. കേസെടുക്കുമെന്നും പോലീസിനോട് റിപ്പോർട്ട് തേടിയെന്നും വനിതാ കമ്മീഷൻ അധ്യക്ഷ പി സതീദേവി. ഭർത്തൃ വീട്ടുകാരുടെ മർദ്ദനത്തിനിരയായി എന്നുള്ളതാണ് വാർത്ത കൊണ്ട് മനസ്സിലാക്കുന്നത്. ആ കാര്യത്തിൽ അന്വേഷിച്ചുകൊണ്ട് പീഡനം നടത്തിയിട്ടുള്ള മർദ്ദിച്ചിട്ടുള്ള ആളുകൾക്കെതിരായിട്ട് നടപടിയെടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള നിർദ്ദേശം കമ്മീഷൻ നൽകുന്നതായിരിക്കും. സർക്കാർ പരിശോധിച്ച് നടപടി സ്വീകരിക്കുമെന്ന് സാമൂഹ്യനീതി വകുപ്പ് മന്ത്രി ആർ ബിന്ദുവും പറഞ്ഞു. അത് പരിശോധിച്ച് നടപടി സ്വീകരിക്കേണ്ടതാണ്. കേസ് കരുനാഗപ്പള്ളി ACPയുടെ നേതൃത്വത്തിലുള്ള സംഘമാകും ഇനി അന്വേഷിക്കുക. അരുൺ രാജ്, 24 കൊല്ലം. കോഴിക്കോട് കൊമ്മേരിയിൽ മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നു. 25-ലധികം പേർക്ക് രോഗം സ്ഥിരീകരിച്ചു. ഒരാളുടെ നില ഗുരുതരമാണ്. കോഴിക്കോട് കോർപ്പറേഷൻ നടത്തിയ പരിശോധനയിൽ പ്രദേശത്തെ കുടിവെള്ളത്തിൽ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കൂടുതലാണെന്ന് കണ്ടെത്തിയിരുന്നു. കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിലെ കൊമ്മേരി എരവത്തുകുന്നിലാണ് മഞ്ഞപ്പിത്തം വ്യാപിക്കുന്നത്. നിലവിൽ 25-ലധികം പേർക്ക് രോഗമുണ്ട്. ചികിത്സയിലുള്ള ഒരു യുവതിയുടെ ആരോഗ്യനില ഗുരുതരമാണ്. രോഗം വ്യാപിക്കുന്നതിലുള്ള ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഒരു പറയണം ചെയ്ത് 4 കൊല്ലത്തിനും മേലെ വൃത്തിയാക്കിയിരുന്നു, ടാങ്ക് വൃത്തിയാക്കിയിരുന്നു. പിന്നെ 2 കിണറിനതിലേക്ക് വെള്ളം വരുന്നത്. ഈ 2 കിണറിനും കാട് കൂടി കിടക്കുക. അപ്പോൾ ആദ്യം അതിന്റെ മോട്ടർ എന്ന് പറഞ്ഞാൽ അവിടെ പോയി ഓപ്പറേറ്റ് ചെയ്യണേ. ഇപ്പം ഇതാണ് റിമോട്ടിലാണ്. അപ്പോൾ അവിടെ പോലുമില്ല അവർ. പ്രദേശത്തെ കുടിവെള്ള സാമ്പിൾ കോർപ്പറേഷൻ പരിശോധനയ്ക്ക് അയച്ചിരുന്നു. കുടിവെള്ള സ്രോതസ്സിൽ ഈക്കോളി ബാക്ടീരിയയുടെ സാന്നിധ്യം കൂടുതലെന്നാണ് പരിശോധനാ ഫലം. സ്ഥിതി വിലയിരുത്താനായി കോർപ്പറേഷൻ ആരോഗ്യ വിഭാഗം പ്രത്യേക യോഗം വിളിച്ചു. 24 കോഴിക്കോട്. തിരുവനന്തപുരത്ത് യൂത്ത് കോൺഗ്രസ് മാർച്ചിലും ഇപ്പോൾ സംഘർഷമായിരിക്കുന്നു കാര്യങ്ങൾ. അവിടെയും ജലപീരങ്കി പ്രയോഗം ഉണ്ടായിരിക്കുന്നു. അല്പസമയം മുൻപാണ് അവിടെ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ രാഹുൽ മാങ്കൂട്ടത്തിൽ സംസാരിക്കുന്നത് അവിടെ തന്നെയായിരുന്നു. അധോലോക കേന്ദ്രം തിരിച്ചറിയുന്ന ഏത് നിലമ്പൂർ MLAയുടെ ആരോപണങ്ങൾ തങ്ങൾ ഏറ്റെടുക്കും എന്ന് പറയുകയായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. അതോടൊപ്പം അധോലോകം ഇരിക്കുന്ന അധോലോക കേന്ദ്രം എന്ന് സെക്രട്ടറിയെ അധോലോക കേന്ദ്രം എന്ന് വിളിക്കുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ. ശശിസേനയിലെ എംബോക്കികൾ സമരത്തെ തടയുന്നു എന്നടക്കം രൂക്ഷമായ വിമർശനങ്ങൾ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ അവിടെ നടത്തുന്നുണ്ട്. സലീം മാലിക് ചേരുന്നു. സലീം, അവിടെയും മറ്റ് സ്ഥലങ്ങളിൽ കണ്ടതിന് സമാനമായി തന്നെ സംഘർഷഭരിത സമരമായിരുന്നോ? പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. വീണ്ടും ADGP അടിയന്തരമായി സസ്പെൻഡ് ചെയ്യണമെന്ന് MM ഹസൻ അവിടെ ആവശ്യപ്പെടുന്നു. വീണ്ടും ജലപീരങ്കി പ്രയോഗം ഉണ്ടായി. പലയാവർത്തി തിരുവനന്തപുരത്തും ജലപീരങ്കി പ്രയോഗം ഉണ്ടായി. കോട്ടയത്തേതിന് സമാനമായി വലിയ രീതിയിൽ പ്രവർത്തക പങ്കാളിത്തത്തിൽ യൂത്ത് കോൺഗ്രസിന്റെ മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യപ്പെട്ടുള്ള സെക്രട്ടേറിയറ്റ് മാർച്ചാണ് അവിടെ പുരോഗമിക്കുന്നത്. ബാരിക്കേഡ് മറികടക്കാൻ ശ്രമിക്കുന്നു യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ. സലീം മാലിക് ചേരുന്നു. സലീം, അങ്ങനെ തുടരുകയാണോ സംഘർഷം? PV അൻവർ MLA ഉന്നയിച്ച ഭരണപക്ഷ MLA ഉന്നയിച്ച ആരോപണം മുഖവിലക്കെടുത്തുകൊണ്ട് അല്ലെങ്കിൽ ആരോപണത്തിന്റെ തുടർച്ചയിൽ പ്രതിപക്ഷ യുവജന സംഘടനകൾ തെരുവിലിറങ്ങുന്നു. യൂത്ത് കോൺഗ്രസിന്റെ സമര പരമ്പരയാണ് ഇന്നലെയും ഇന്നുമായി കാണുന്നത്. കോട്ടയത്തും തൃശ്ശൂരും തിരുവനന്തപുരത്തും അടക്കം സംഘർഷ സമാനമായ സാഹചര്യത്തിൽ വലിയ സമരങ്ങൾ അവിടെ തുടരുന്നുണ്ട്. പോലീസുമായി നേർക്കുന്ന ഏറ്റുമുട്ടലിലെ കാര്യങ്ങൾ പോകുന്നില്ലെങ്കിലും രാത്രിച്ചാതിലേക്കൊന്നും എത്തിയില്ലെങ്കിൽ കൂടിയും പലയാവർത്തിയുള്ള ജലപീരങ്കി പ്രയോഗം നമ്മൾ തൃശ്ശൂരും കോട്ടയത്തും കണ്ടു. തിരുവനന്തപുരത്തും അതുതന്നെ കാണുകയാണ്. ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമത്തിൽ തന്നെയാണ് ഇവിടെയും പ്രവർത്തകർ ഉള്ളത്. മുഖ്യമന്ത്രിയുടെ രാജി ആവശ്യമാണ്. അധോലോക സെക്രട്ടേറിയറ്റിനെ അധോലോക കേന്ദ്രം എന്ന് വിളിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ. അങ്ങോട്ടേക്ക് മാർച്ച് നടത്തുന്നു. ശശിസേന എന്നും പോലീസ് സേനയെ പരിഹസിച്ച് വിളിക്കുന്നുണ്ട് യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷൻ. ആ മാർച്ചിലാണ് ഇപ്പോൾ സംഘർഷമുണ്ടായിരിക്കുന്നത്. ADGP അടിയന്തരമായി കസേരയിൽ നിന്ന് ഇറങ്ങിപ്പോകണം എന്ന് MM ഹസൻ ആവശ്യപ്പെടുന്നുണ്ട്. അവിടെ ബാരിക്കേഡ് മറിച്ചിടാനാണ് ശ്രമം. സലീം മാലിക് ചേരുന്നു. സലീം, സംഘർഷഭരിതമായി തന്നെ സമരം തുടരുകയല്ലേ? വലിയ നിലയിലുള്ള സംഘർഷത്തിലേക്ക് കാര്യങ്ങൾ പോകുമോ എന്ന സംശയം ജനിപ്പിക്കുന്ന നിലയിലാണ് ഈ ഘട്ടത്തിൽ സമരം പോകുന്നത്. കാരണം പ്രവർത്തകരുടെ വലിയ സാന്നിധ്യമുണ്ട്. ആ പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടാനുള്ള ശ്രമവും
ഉയർത്തിക്കൊണ്ടാണ് ഈ സമരം നടക്കുന്നത്. നിലവിൽ ഈ സമരം തുടരുന്നത് സെക്രട്ടേറിയറ്റിന്റെ നോർത്ത് ഗേറ്റിന് മുൻപിലാണ്. സമര ഗേറ്റ് അവിടെ സ്ഥാപിച്ചിരിക്കുന്ന ബാരിക്കേഡ് മറിച്ചിടാനായിരുന്നു പ്രവർത്തകരുടെ ശ്രമം. ഇപ്പോൾ ജലപീരങ്കി പ്രയോഗത്തിന് ശേഷം പ്രവർത്തകർ പോലീസിന് നേരെ പാഞ്ഞെടുക്കുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. വലിയ നിലയിൽ പോലീസ് വാഹനം, പോലീസിന്റെ വരുൺ ജലപീരങ്കി വാഹനത്തിന് മുകളിൽ കയറി നിന്നുകൊണ്ട് ആ വാഹനം തകർക്കാനുള്ള ശ്രമം ഉൾപ്പെടെ പോലീസ് പ്രവർത്തകരുടെ ഭാഗത്ത്. അപ്പോൾ സംഘർഷവും ജലപീരങ്കിയും ഒക്കെയായി സംഘർഷഭരിതമാകുന്നു. തിരുവനന്തപുരത്തെ അടക്കം, കോട്ടയത്തെ അടക്കം, തൃശ്ശൂരടക്കം സമരങ്ങൾ. യൂത്ത് കോൺഗ്രസ് സംസ്ഥാന അധ്യക്ഷനും മറ്റു നേതാക്കളൊക്കെ അവിടെ സംഭവ സ്ഥലത്തുണ്ട്. മാത്യു കുഴൽനാടൻ അല്പസമയം മുന്നോട്ട് സംസാരിച്ചിരുന്നു. അദ്ദേഹം പറയുന്നത് പൂരം പോലീസ് കലക്കിയെന്ന ആരോപണം വന്നിട്ടും BJP മിണ്ടുന്നില്ല, അന്വേഷണത്തെക്കുറിച്ചും ആരും മിണ്ടുന്നില്ല, BJPയുടെ മൗനം ദുരൂഹമാണെന്ന് പറയുന്നു മാത്യു കുഴൽനാടൻ. പൂരം കലക്കിയതാണ് സുരേഷ് ഗോപിയുടെ വിജയത്തിന് അടിസ്ഥാനം. CPM RSS ധാരണയുണ്ടായിരുന്നു, അതിന് കേരള പോലീസിനെ ഉപയോഗപ്പെടുത്തി. അൻവർ കാരാട്ട, റസാഖ് ജലീൽ ആരോപണം കാണുമ്പോൾ മനസ്സിലാക്കുന്നത് RSS CPM കൂട്ടുകെട്ടാണ്. SFI ഒന്ന് അന്വേഷണ ഏജൻസി ആത്മഹത്യ ചെയ്തു എന്ന് മാത്യു കുഴൽനാടൻ പറയുന്നു. പിണറായി വിജയൻ കസേരയിൽ തുടരുന്നത് RSSന്റെ മോദിയുടെ ഔദാര്യത്തിലാണ് എന്നതടക്കം മാത്യു കുഴൽനാടൻ പറയുന്നത്. പോലീസുമായി അവിടെ നേർക്കുന്ന ഏറ്റുമുട്ടലിലെ കാര്യങ്ങൾ പോകുന്നു. അലക്സ് റാം മുഹമ്മദ് ചേരുന്നു. അലക്സ്, വേണമെങ്കിൽ ലാത്തിച്ചാർജിലേക്കൊക്കെ എത്തിയേക്കാവുന്ന ഒരു സാഹചര്യം അവിടെ ഉണ്ട്. ഹാഷ്മി, തീർച്ചയായും അങ്ങനെ ഒരു സാധ്യതയുണ്ട്. 4ാം തവണയും ഈ മാർച്ചിന് നേരെ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. പോലീസിനെ പ്രകോപിപ്പിക്കുന്നുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്ത് നിന്ന് കാര്യമായി തന്നെ ഉണ്ടാകുന്നുണ്ട്. നേരത്തെ നമ്മൾ കണ്ടതാണ്, അവർ കയ്യിൽ കരുതിയിരുന്ന കൊടികളൊപ്പം ഈ കൊടിയുടെ കമ്പുകളൊക്കെ പോലീസിന് നേരെ വലിച്ചെറിയുന്നതും ഈ വരുണിന് പുറത്തേക്ക് ഈ ജലപീരങ്കി വാഹനത്തിന് പുറത്തേക്ക് കയറാനുള്ള ശ്രമം യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ നടത്തുന്നതും പോലീസുകാർക്ക് നേരെ തിരിയുന്നതും നമ്മൾ കണ്ടത്. ഇപ്പോൾ തൊട്ടപ്പുറത്ത്, അതായത് ആ ഗേറ്റിനപ്പുറത്തേക്ക് നിലയുറപ്പിച്ച പോലീസുകാരുമായി നേർക്കൊരു ഏറ്റുമുട്ടലിന്റെയും കയ്യേറ്റത്തിന്റെയും ശ്രമമാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായത്. തുടർന്നാണ് 4ാം തവണയും പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം, രാഷ്ട്രീയമായ കാര്യം, ഈ വിഷയം, അതായത് PV അൻവർ ഉന്നയിച്ച മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ വിഷയം, ഒന്ന് ADGP അജിത് കുമാറിനും അതുപോലെ മുഖ്യമന്ത്രിയുടെ പൊളിറ്റിക്കൽ സെക്രട്ടറി P ശശിക്കുമെതിരായ ഈ ഗുരുതര ആരോപണം അത് യൂത്ത് കോൺഗ്രസ് ഏറ്റെടുക്കുമെന്ന് അവർ പരസ്യമായി പ്രഖ്യാപിക്കുകയാണ്. അത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ ഓഫീസിനെതിരെ നേരത്തെ തന്നെ, അത് അൻവർ ഉന്നയിക്കുന്നതിന് മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസും ഒക്കെ ആരോപണം ഉന്നയിച്ചതാണ്. 4 വർഷം കഴിഞ്ഞാണ് PV അൻവർ ഈ ആരോപണം ഉന്നയിക്കുന്നത്. ഇനി അൻവർ അതിൽ യു ടേൺ എടുത്താൽ പോലും യൂത്ത് കോൺഗ്രസ് സമരവുമായി മുന്നോട്ട് പോകും എന്നാണ് യൂത്ത് കോൺഗ്രസിന്റെ നേതാക്കൾ രാഹുൽ മാങ്കൂട്ടത്തിനൊപ്പം യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അബിൻ വർക്കി, ഒപ്പം സമരം ഉദ്ഘാടനം ചെയ്ത UDF കൺവീനർ MM ഹസൻ അടക്കമുള്ളവർ പറഞ്ഞത്. MM ഹസൻ പറഞ്ഞത് ഈ അന്വേഷണം പുരോഗമിക്കട്ടെ, ഈ MR അജിത്കുമാറിന്റെ തലസ്ഥാനത്ത് നിന്ന് നീക്കിക്കൊണ്ട് അന്വേഷണം നടത്തണം എന്നുള്ളതാണ് MM ഹസൻ പറയുന്നത്. എന്താണെങ്കിലും സമരം ശക്തമാക്കാൻ യൂത്ത് കോൺഗ്രസ് തീരുമാനിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിലെ രാഷ്ട്രീയമായ അനുരണനങ്ങൾ കൂടിയുണ്ട്. നമ്മൾ നേരത്തെ തൃശ്ശൂർ പൂരം കലക്കിയതുമായി ബന്ധപ്പെട്ട വിഷയമുണ്ട്. ആ വിഷയമടക്കം ഭരണപക്ഷത്തിനെതിരെ, പ്രത്യേകിച്ച് CPM-നെതിരെ കടുത്ത ആയുധമായി ഉയർത്തിക്കാട്ടാൻ കോൺഗ്രസും യൂത്ത് കോൺഗ്രസും ശ്രമിക്കും. അതിനൊക്കെ ഫലമായി ഈ സമരത്തെ അവരിങ്ങനെ കത്തിച്ചു നിർത്താനുള്ള ശ്രമം അവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടാകും എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഹാഷ്മി, ഏതാണ്ട് 11:30 മണിക്ക് കോൾ ചെയ്ത സമരമാണ്. 11:30 മണിക്ക് പറഞ്ഞതിന് ശേഷം അവർ ഇവിടേക്ക് എത്തുന്നത് ഏതാണ്ട് 1:45 കൂടിയാണ് ഈ പ്രവർത്തകർ ഇവിടേക്ക് എത്തുന്നത്. പ്രവർത്തകർ എത്തിയതിനു ശേഷം സമരത്തിലെ ഈ അഭിസംബോധന ചെയ്തുള്ള സംസാരത്തിനൊക്കെ ശേഷമാണ് ഉദ്ഘാടന പ്രസംഗകൻ, അത് MM ഹസൻ, സംസാരിച്ചു തുടങ്ങിയത്. MM ഹസൻ സംസാരിച്ചു തീരുന്നതിന് മുമ്പ് തന്നെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ ബാരിക്കേഡ് ഭേദിക്കാനുള്ള ശ്രമവും ബാരിക്കേഡ് പിടിച്ചു മറിക്കാനുള്ള ഒരു ശ്രമവും യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടായി. തുടർന്നാണ് പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചത്. പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചതിന് തൊട്ടു പിന്നാലെ തന്നെ പോലീസുകാർക്ക് നേരെ ഒരു കയ്യേറ്റ ശ്രമം പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു. അവർ കയ്യിൽ കരുതിയിരുന്ന കൊടിയും അതുപോലെ കൊടിയുടെ കമ്പുകളുമൊക്കെ പോലീസിന്റെ ജലപീരങ്കി വാഹനത്തിന് നേരെ, പോലീസുകാർക്ക് നേരെ, ഒപ്പം സെക്രട്ടേറിയറ്റിനകത്തുമൊക്കെ വലിച്ചെറിഞ്ഞുള്ളൊരു പ്രതിഷേധവും അവർ നടത്തി. അതിനുശേഷം 4 തവണ പോലീസുകാർക്ക് നേരെ അവർ പോലീസുമായ ഒരു ഉന്തും തള്ളും, ഒരു കയ്യാങ്കളിയിലേക്ക്, ഒരു കയ്യേറ്റ ശ്രമത്തിലേക്ക്, ഒരു വാക്കേറ്റത്തിലേക്കൊക്കെ നീങ്ങുന്നത് നമ്മൾ കണ്ടു. തുടർന്ന് വീണ്ടും അവർ ജലപീരങ്കി പ്രയോഗിച്ചു. 4 തവണ പോലീസ് ജലപീരങ്കി പ്രയോഗിച്ചു. ഇപ്പോഴും പ്രവർത്തകർ പിരിഞ്ഞു പോകാൻ തയ്യാറായിട്ടില്ല. അവർ മുദ്രാവാക്യം വിളിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇതിൽ ഒരു മറ്റൊരു കാര്യം കൂടിയുണ്ട് ഹാഷ്മി. അത് ഈ സമരം നടക്കുന്നതിന് മുമ്പ്, അതായത് മണിക്കൂറുകൾക്ക് മുമ്പ് തന്നെ ഈ ആരോപണം ഉന്നയിച്ച ഭരണകക്ഷി MLA, നിലമ്പൂരിന്റെ MLA കൂടിയായ PV അൻവർ ഈ സമരത്തെ പരിഹസിച്ച് ഫേസ്ബുക്കിലൂടെ രംഗത്തെത്തിയത് കണ്ടതാണ്. PV അൻവറിന്റെ ആരോപണം ഏറ്റെടുത്ത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ അവരുടെ മുതുകിൽ, അവരുടെ കുറുക്കുകളിൽ ഈ തിരുവനന്തപുരത്തിന്റെ മാപ്പ് പതിപ്പിക്കാൻ പോകുന്നൊരു പരിഹാസമാണ് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത്. അതിന് മറുപടി രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത് നമ്മൾ കണ്ടതാണ്. അത് തിരുവനന്തപുരത്തിന്റെ ഭൂപടമല്ല, ഏഷ്യയുടെ ഭൂപടം തന്നെ കുറുക്കുകളിൽ, മുതുകുകളിൽ പതിഞ്ഞാൽ